പൂച്ചകൾ അങ്ങനെ നമ്മുടെ ഓർഡറുകളൊന്നും അനുസരിക്കാറില്ല. അവർക്ക് നിങ്ങൾ ആരാണെങ്കിലും പ്രശ്നമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടും അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് കിട്ടില്ല. അതവരുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമല്ല, അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. പക്ഷെ ഒരു പൂച്ച അറിയാതെയാണെങ്കിലും അമേരിക്കയുടെ CIA ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഓപ്പറേഷൻ അക്യൂസ്റ്റിക് കിറ്റി. കോൾഡ് വാറിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ രഹസ്യങ്ങൾ ചോർത്താനായിട്ട് അമേരിക്ക CIA ഒരു സ്ട്രേഞ്ച് ഐഡിയയുമായിട്ട് വരുന്നു. ഒരു പൂച്ചയെ സ്പൈ ആക്കി മാറ്റാം. കാരണം പൂച്ചകൾ വളരെ ചെറുതാണ്, സൈലന്റ് ആണ്, പെട്ടെന്ന് ആരും നോട്ടീസ് ചെയ്യില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഇതിലും നല്ല സർവൈലൻസ് ടൂള് വേറെയില്ല. ഇന്നത്തെ 10 മില്യണോളം ചെലവാക്കി എന്നൊക്കെയാണ് പറയുന്നത്. പൂച്ചയെ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇയർ കനാലില് മൈക്രോഫോണും അതിന്റെ സ്കള്ളില് റേഡിയോ ട്രാൻസ്മിറ്ററും നട്ടലിനോടും വാലിനോടും ചേർന്ന് ആന്റിനയും ഫിക്സ് ചെയ്തു. ഇതിനുശേഷം സുഖം പ്രാപിച്ച പൂച്ചയെ നല്ലപോലെ ട്രെയിൻ ചെയ്ത് ഓപ്പറേഷൻ അക്യൂസ്റ്റിക് കിറ്റിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി. കമാൻഡുകൾക്കനുസരിച്ച് പൂച്ചയെ അനുസരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC സോവിയറ്റ് എംബസിയിൽ അവിടുത്തെ പാർക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 സോവിയറ്റ് ഒഫീഷ്യൽസ് ഇവരുടെ രഹസ്യ ചർച്ച എന്താണെന്ന് അറിയാനാണ് ആദ്യം ശ്രമിക്കുന്നത്. ഈ പാർക്കിലേക്ക് CIA അവരുടെ വാനിൽ നിന്ന് ഈ പൂച്ചയെ ഇറക്കി വിടുന്നു. പൂച്ച ഈ സോവിയറ്റ് ഒഫീഷ്യൽസിന്റെ അടുത്തെത്തിയിട്ട് അവരുടെ വോയിസ് ഈ വാനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. പക്ഷെ പാർക്കിലേക്ക് കടന്ന പൂച്ച 5 വർഷത്തെ കഷ്ടപ്പാടിന് പുല്ലുവല കൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ശരവേഗത്തിൽ രക്ഷപ്പെടുന്നു. അവിടുത്തെ റോഡിലെ ഒരു ട്രാഫിക്കിലേക്ക് കടക്കുന്നു. ഒരു ടാക്സി കാറ് പൂച്ചയെ ഇടിച്ചിടുന്നു. മിഷൻ ഓവർ. 5 വർഷത്തെ വർക്ക് 5 സെക്കൻഡിലെ ശുഭം. ഇതോടുകൂടി CIA ഈ പ്രൊജക്ട് ഷട്ട് ഡൗൺ ചെയ്തു. പിന്നീട് ഒരു പൂച്ചയെയും ഉപയോഗിക്കാനായിട്ട് CIA തയ്യാറായില്ല. എത്ര $1 മില്യൺ ചെലവാക്കിയാലും എത്ര ഹൈടെക് ഗിയറുകൾ ഉപയോഗിച്ചാലും നിങ്ങൾക്കൊരു പൂച്ചയെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് നേരം വൈകിട്ടാണെങ്കിലും CIA മനസ്സിലാക്കി. അന്ന് വീര്യം വൃത്തിവരിച്ച ലോകത്തിലെ ആദ്യത്തെ സ്പൈ കാറ്റിന് പേരുണ്ടായിരുന്നില്ല. ഈ മിഷൻ സ്റ്റോപ്പ് ആക്കിയെന്ന് മാത്രമല്ല, ഇത് വിജയിച്ചിരുന്നെങ്കിൽ CIA പിന്നീട് സ്പൈ കാറ്റുകളാക്കി മാറ്റുമായിരുന്ന മറ്റു പൂച്ചകളെ കൂടി രക്ഷിക്കുകയും ചെയ്തു. ദാറ്റ്സ് വൈ വി കോൾ ഹിം സർ. തോൽക്കുന്നതിനേക്കാളും വല്ലത് ചത്തു തൊടയുന്നതാ.